പാലക്കാട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരാണോ ആണോ എന്ന് ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കോൺഗ്രസ് തന്നെ അവിടെ രൂപപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് BJPയിൽ നിന്ന് പോകാൻ നിന്ന സന്ദീപ് വാര്യരെ കോൺഗ്രസ് അവരുടെ പാളയത്തിലേക്ക് കൊണ്ടുവന്നു. സന്ദീപ് വാര്യർ RSSുമായി അല്ലെങ്കിൽ BJPയുമായി ഉള്ള രാഷ്ട്രീയമായ വ്യത്യാസങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറഞ്ഞു. RSSന് തള്ളി പറഞ്ഞില്ലെങ്കിലും BJP വെറുപ്പിൻ്റെ ഫാക്ടറിയാണ്, അവിടെ നിന്ന് സ്നേഹത്തിൻ്റെ കടയിലേക്കാണ് താൻ വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ UDFൻ്റെ മുഖ്യ ക്യാമ്പയിനറായി തന്നെ കഴിഞ്ഞ 2-3 ദിവസമായി സന്ദീപ് വാര്യരെ കൊണ്ടു നടക്കുകയാണ്. പക്ഷേ അത് തങ്ങൾക്ക് നഷ്ടക്കച്ചവടമായി എന്ന് കോൺഗ്രസും UDF മൊത്തത്തിലും തിരിച്ചറിയുന്നതിൻ്റെ ഉദാഹരണങ്ങൾ ഇന്നിപ്പോൾ ഈ ബൈ ഇലക്ഷൻ ദിവസത്തിലും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് സന്ദീപ് വാര്യരുടെ വരവിനെ ഒരു നഷ്ടക്കച്ചവടമായി തിരിച്ചറിഞ്ഞിരിക്കുന്നോ എന്ന ശക്തമായ സംശയം. അത് തുറന്നു പറയാൻ അവർക്ക് മടിയുണ്ട്, സ്വാഭാവികമാണ്. അതായത് കഴിഞ്ഞ ദിവസം 2 പത്രങ്ങളിൽ LDF കൊടുത്ത സൈലന്റ് തരംഗം എന്ന പരസ്യത്തിൽ സന്ദീപ് വാര്യരുടെ മുൻകാല വർഗീയ പരാമർശങ്ങളെ അതിരൂക്ഷമായി വിമർശിക്കാൻ, അതിരൂക്ഷമായി അദ്ദേഹം പറഞ്ഞ സന്ദീപ് വാര്യർ പറഞ്ഞ വർഗീയ പരാമർശങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ നടത്തിയ ശ്രമം വളരെ മോശപ്പെട്ട ശ്രമമായി പോയി എന്ന മട്ടിലാണ് UDF കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചത്. അവരത് വലിയ ചർച്ചയാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇന്നിപ്പോൾ ഈ ഇലക്ഷൻ ദിവസം EK വിഭാഗം സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ മലപ്പുറത്ത് പോയി സന്ദീപ് വാര്യർ കണ്ടത് എന്തിനാണ്? അല്ലെങ്കിൽ സന്ദീപ് വാര്യരെ ജിഫ്രി തങ്ങളെ കാണാൻ കോൺഗ്രസ് ലീഗ് നേതൃത്വം പറഞ്ഞയച്ചത് എന്തിനാണ്? വർഗീയമായി പാലക്കാട് ഇലക്ഷനിൽ ഇടപെടലുകൾ നടത്താൻ ആരും തയ്യാറാകുന്നത് അഭിലഷണീയമല്ല. ഒരു ഇലക്ഷനിലും അത് സ്വീകാര്യവുമല്ല. പക്ഷേ ഒരു രാഷ്ട്രീയമായ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി സന്ദീപ് വാര്യർ പറഞ്ഞ, മുൻകാലങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി, പറയാത്ത ഒരു കാര്യവും ഉൾപ്പെടുത്താതെ പത്രങ്ങൾക്ക് കൊടുത്ത ഒരു പരസ്യത്തെ നിശബ്ദ പ്രചാരണത്തിൻ്റെ അനുവാദം, ഇലക്ഷൻ കമ്മീഷൻ അനുവാദം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊടുത്ത ഒരു പരസ്യത്തെ ദുർവ്യാഖ്യാനം ചെയ്ത ആളുകൾ ഇലക്ഷൻ ദിവസം സമുദായ നേതാവിനെ കാണാൻ സന്ദീപ് വാര്യരെ അയച്ചത് വർഗീയമായ രാഷ്ട്രീയ ദുരുദ്ദേശത്തോടെയാണ് എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ കുറ്റപ്പെടുത്താനാവും? എന്തിനാണ് ഇലക്ഷൻ ദിവസം തങ്ങളെ പോയി കണ്ട് കൈ കൊടുത്തത്? ശരിക്കും അത് പേടിച്ചിട്ടല്ലേ? അതായത് മുസ്ലിം വോട്ട് പാലക്കാട് നിയോജകമണ്ഡലത്തിൽ നിർണായകമാണെങ്കിൽ ആ മുസ്ലിം വോട്ടിൽ ആരും കണ്ടുവയ്ക്കുന്നത് സ്വാഭാവികമാണ്. മുസ്ലിം വോട്ടാണെങ്കിലും ഏത് സമുദായത്തിൻ്റെ വോട്ടാണെങ്കിലും ഒരു മണ്ഡലത്തിൽ അത് നിർണായകമാണെങ്കിൽ സ്വാഭാവികമായും ഏത് പാർട്ടിയും മുന്നണിയും സ്ഥാനാർത്ഥിയും അത് കൂടുതലായി തങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിക്കും. അതിനുവേണ്ടി വഴിവിട്ട നിയമവിരുദ്ധമായ പ്രകടനങ്ങൾ നടത്തിയാൽ മാത്രമാണ് അത് തെറ്റാവുന്നത്, അനുവദനീയമല്ലാത്തതാവുന്നത്, പിന്തുണയ്ക്കാൻ പറ്റാത്തതാവുന്നത്. അത്തരമൊരു ശ്രമവും LDFൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല എന്ന് വ്യക്തമാണ്. പക്ഷേ ജിഫ്രി തങ്ങളെ പോയി കണ്ട് ഇന്ന് പാലക്കാട്ടെ ഇലക്ഷനിൽ അത് തങ്ങൾക്ക് ഗുണകരമാക്കണം എന്ന് സന്ദീപ് വാര്യരോട് പറയാതെ പറയുന്ന കോൺഗ്രസ് ലീഗ് സ്ട്രാറ്റജി വളരെ മോശപ്പെട്ടതല്ലേ? അത് എത്രത്തോളം രാഷ്ട്രീയമായി അവർ ഗുണം ചെയ്യും, എത്രത്തോളം രാഷ്ട്രീയമായി അത് കേരളത്തിൻ്റെ മതനിരപേക്ഷ രാഷ്ട്രീയ ഭൂമികയ്ക്ക് നല്ലതാണ്, ചിന്തിക്കേണ്ടതാണ്. മാത്രമല്ല സന്ദീപ് വാര്യർ 6 മാസം മുമ്പ് സമസ്ത കേരള താലിബാൻ എന്ന മട്ടിൽ അവഹേളിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുകയും
സമസ്ത പ്രവർത്തിക്കുന്നത് തന്നെ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരാണ് എന്ന് ആരോപിക്കുകയും ചെയ്ത ആളാണ് അദ്ദേഹം. ഇന്ന് ജിഫ്രി തങ്ങളെ പോയി കണ്ടത് ഇന്ത്യൻ ഭരണഘടനയുമായാണ്. തങ്ങൾക്ക് അദ്ദേഹം വന്ധ്യവയോധികനായ പതിറ്റാണ്ടുകളുടെ പൊതുപ്രവർത്തന അനുഭവ സമ്പത്തുള്ള തികഞ്ഞ സെക്കുലറായി കഴിഞ്ഞ കാലങ്ങളിൽ ഇതുവരെ സാമൂഹിക പ്രവർത്തനം നടത്തുന്ന ജിഫ്രി തങ്ങളെ ഏതാനും ദിവസം മുമ്പ് വരെ വർഗീയ വിഷയത്തിൻ്റെ പ്രചാരകനായിരുന്ന സന്ദീപ് വാര്യർ പോയി കണ്ടത് ഇന്ത്യയുടെ മതനിരപേക്ഷ ഭരണഘടനയുമായിട്ടാണ്. ആ ഭരണഘടന യഥാർത്ഥത്തിൽ തങ്ങൾക്ക് സന്ദീപ് വാര്യർ കൊടുക്കുകയാണോ വേണ്ടത്, അതോ തങ്ങൾ അത് വാങ്ങിയിട്ട് ഇത് താങ്കൾ തന്നെയാണ് വായിച്ച് പഠിക്കേണ്ടത് എന്ന് തിരിച്ചു കൊടുക്കുകയാണോ വേണ്ടത് എന്ന ചോദ്യം ഓൾറെഡി നിലവിൽ തന്നെ ഉയർന്നു കഴിഞ്ഞതാണ്. ഈ ഫ്ലോറിൽ തന്നെ അത് ചോദ്യം ഉന്നയിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഭരണഘടനയെക്കുറിച്ച് പ്രാഥമികമായ ധാരണയുള്ളവർ ഭരണഘടന പ്രതിനിധാനം ചെയ്യുന്ന മതനിരപേക്ഷതയുടെയും ജനാധിപത്യ മൂല്യങ്ങളുടെയും ന്യൂനപക്ഷാവകാശങ്ങളുടെയും കടക്കൽ കത്തിവെച്ചുകൊണ്ടിരുന്ന ഒരാളെ ഈ ദിവസം തന്നെ ഭരണഘടനയുടെ വലിയ കാവൽക്കാരൻ ഒരാളായ തങ്ങളുടെ അടുത്തേക്ക്, ജിഫ്രി തങ്ങളുടെ അടുത്തേക്ക് അയക്കില്ലായിരുന്നു. അത് UDF-നും കോൺഗ്രസിനും സന്ദീപ് വാര്യരെ ഏറ്റെടുത്തത് ഒരു നഷ്ടക്കച്ചവടമായി, രാഷ്ട്രീയമായി അവർക്ക് വലിയ നഷ്ടക്കച്ചവടമായി മാറാൻ പോകുന്നു എന്ന തിരിച്ചറിവിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. വരും ദിവസങ്ങളിൽ കേരളം അതിൻ്റെ കൂടുതൽ തെളിവുകൾ, കൂടുതൽ പ്രതികരണങ്ങൾ, ഇത്തരത്തിലുള്ള കൂടുതൽ ആക്ടിവിറ്റീസ്, കൂടുതൽ ഇടപെടലുകൾ കാണാതിരിക്കാൻ വഴിയില്ല. നന്ദി, നമസ്കാരം.